Hi dear friends, Assalamu alaikum, Namaskaram, welcome back to my channel. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ സ്വന്തം ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 100 ഗ്രാം അളവിലുള്ള ബട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടർ ആയതുകൊണ്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അതിനു വേണ്ടി ബട്ടർ കുറച്ച് സമയം പുറത്ത് വെക്കാം. അപ്പോഴേക്കും ഇത് മെൽറ്റ് ആയിട്ട് വന്നോളും. കുറച്ച് സമയം പുറത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്. 2-3 ഡ്രോപ്പ് മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. 5 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്താണ് നമ്മൾ ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ബട്ടറും വാനില എസൻസും കൂടി 2 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റെയിനർ പിടിച്ചു കൊടുക്കുക. നമ്മൾ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 1 കപ്പ് അളവിലുള്ള മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും പകുതി നമുക്ക് ഈ സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തരിച്ചെടുക്കുക. ഒട്ടും തന്നെ തരികളില്ലാതെ വേണം ഇത് തരിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ പകുതി മൈദ തരിച്ചെടുത്തു. ബാക്കി കൂടി ഈ സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദയുടെ കൂടെ തന്നെ നമ്മൾ എത്രയാണോ മൈദ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി അളവിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചോ അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ഒരു സോഫ്റ്റ് ഡോ ആകുന്നത് വരെ ഇത് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റിനുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇവിടെ നമ്മൾ ഒരല്പം ചെറിയ പീസസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുക്കുക. നമ്മുടെ ബിസ്ക്കറ്റ് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂടി എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ അല്പം ഗീയോ ഓയിലോ ഗ്രീസ് ചെയ്ത് എടുക്കുക. നമ്മുടെ ബിസ്ക്കറ്റ് പെട്ടെന്ന് റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലോ ഗീയോ ഈ അടപ്പിൽ ഗ്രീസ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോയിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുക്കുക. അതിനുശേഷം ഉരുട്ടിയിട്ട് ഈ അടപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതൊന്ന് തട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ റിമൂവായിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ ഒരു ബിസ്ക്കറ്റ് ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് ചെയ്ത ബിസ്ക്കറ്റിനെ നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഒരല്പം ഗീയോ ഓയിലോ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ട്രേ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ പാത്രം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് നേരം ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മൾ 25 മിനിറ്റ് സമയമായിട്ടുണ്ട് ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം മാത്രം ഇത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.